everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി റിലേഷൻഷിപ്പിന് താല്പര്യമില്ല അല്ലെങ്കിൽ നിലവിൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആവാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല അല്ലെങ്കിൽ അതിന് സമയമില്ല എന്ന് പല റീസൺ കൊണ്ട് റിജക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. സോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നത്? അതിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. സോ പോസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ പോസിബിൾ ആയിട്ടുള്ള റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതായത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കാം, പരസ്പരം ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു ഫസ്റ്റ് മൂവ് എടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മുൻകൈ എടുക്കാത്തത് കൊണ്ട് മാത്രം ചില കേസുകളിലൊക്കെ ഇഷ്ടം പറയാതെ പോകുന്ന അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. കാരണം അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഫസ്റ്റ് മൂവ് എടുക്കട്ടെ അല്ലെങ്കിൽ അവരായിട്ട് പറയട്ടെ എന്നുള്ളൊരു ധാരണയിൽ ചില ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോഴൊക്കെ റിജക്ഷൻ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പിലേക്ക്, നിങ്ങളുടെ ആ ഒരു സൗഹൃദം റിലേഷൻഷിപ്പിലേക്കായി പോവാതെ നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഇത് എല്ലായ്പ്പോഴും എല്ലാ കേസിലും അല്ല, ഇങ്ങനത്തെ കേസുകളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായി, പലപ്പോഴും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ജെന്യൂൻ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തു നിന്നും മിക്സഡ് സിഗ്നൽ ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഫീലിങ്ങോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ക്ലാരിറ്റി അല്ല ലഭിക്കുന്നത്. പകരം അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു ദിവസം ഒരു രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വന്ന് അത്ര ഒരു സൗഹൃദമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ ഒരു സ്ഥിരതയില്ലാതെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ വാക്കുകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ആ ഒരു സ്ഥിരത കാണാതെ ആവുന്ന സമയത്ത് അവിടെ മിക്സഡ് സിഗ്നലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് റിസീവ് ആക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു പക്ഷെ നിങ്ങളോടൊപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ അവർക്ക് തോട്ട് ഉണ്ടായിരിക്കില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ടോ അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കാം അവരുടെ തോട്ട്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങളോട് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഒരു റീസൺ ആണ്, യു ആർ ടു നീഡി. അങ്ങനെ വളരെയധികം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല, അങ്ങനെ ഒരു ക്ലിങ്ങി സ്വഭാവമാണ് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയാൻ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോവാൻ ഇത് കാരണമാകും. ബിക്കോസ് എല്ലാ ആളുകളും ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ വളരെയധികം നീഡി ആയിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കില്ല. പകരം എപ്പോഴും ഓക്കെ, ആ വ്യക്തിക്ക് എന്നെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഞാനില്ലാതെ ആ വ്യക്തിക്ക് ഒരു കാര്യവും പറ്റില്ല എന്ന രീതിയിൽ ഒരു മെസ്സേജാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു സ്പേസ് കുറയും എന്നുള്ളതാണ്. ഈ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും റിജക്ഷൻ സംഭവിക്കാറുണ്ട്. സോ ടു നീഡി എന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് റിജക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു പോസിബിൾ റീസൺ. ഇനി പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു റീസൺ ആണ്, ഒരുപക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കുറെ കൂടി തിങ്ക് ചെയ്യാനും ആ ഒരു ഡിസിഷൻ എടുക്കാനും ടൈം ആവശ്യമായിരിക്കാം. അതായത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, കൃത്യമായി ആലോചിച്ച് നല്ലവണ്ണം ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ഒരു റീസൺ കൊണ്ടും പലപ്പോഴും റിജക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കഴിയില്ല അല്ലെങ്കിൽ പിന്നീട് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിജക്ഷൻ സംഭവിക്കാനുള്ള
ഒരു സാധ്യതയുണ്ട്. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു റീസൺ. സിമിലർലി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഡ്രീംസ് ആൻഡ് ഗോൾസ്, ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയി മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് മറ്റൊരാളുടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് അത് മാനേജബിൾ ആകും എന്നുള്ളത് തോന്നുന്നുണ്ടായിരിക്കില്ല. അതായത് റിലേഷൻഷിപ്പും അവരുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം രണ്ടും ഒരുമിച്ച് പോകാൻ കഴിയില്ല, അത് മാനേജബിൾ ആയിരിക്കില്ല എന്നൊക്കെ തിങ്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഡ്രീം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയും റിജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു പോസിബിൾ റീസൺ ഇതാണ്. ഫൈനലി ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആവുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സൗഹൃദം വളരെയധികം സ്ട്രോങ് ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്ന സമയത്താണ്. ഇത് സെക്യൂർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ്. സോ അത്തരത്തിലുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് അവർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും റിജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇമോഷണലി ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അത് അവിടെ ലാക്കായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള റീസൺ. സോ ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ ഇനിയും ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമായി, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളത് ഓപ്പൺ ആയിട്ട് അവരോട് ഷെയർ ചെയ്യും. റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആവാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടമാണ്, അങ്ങനെ പല രീതിയിൽ പ്രപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ചോയ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ റിജക്റ്റ് ചെയ്യാനാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിലും അത് അവരുടെ റൈറ്റ് ആണ്. സോ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് അതിന് പുറകിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഒരുപക്ഷെ ഇനിയും ഒരുപാട് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്